നിങ്ങൾ അന്വേഷിക്കുക. ഒരു സ്ഥലത്ത് നമ്മൾ മത്സരിക്കുമ്പോൾ ആ സ്ഥലത്തെ വികാരം നമ്മൾ പറയണം. ആ ജനവികാരമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എന്താണോ ഞാൻ ഇതുവരെ പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുകയാണ്, ഒരു മാറ്റവുമില്ല. എന്താണോ ഈ മണ്ഡലത്തിൽ വന്ന് ഞാൻ ഇതുവരെ പറഞ്ഞത് അതിൽ ഞാൻ ഉറച്ചു നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസനം, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിനും ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ എന്തെങ്കിലും വികസനങ്ങൾ ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി നൽകിയത് മാത്രമാണ്. ഞാൻ എണ്ണി പറയാം. നരേന്ദ്രമോദി സർക്കാരിനോട് BJPയുടെ റിക്വസ്റ്റാണ് വാഹനം പാർക്ക് ചെയ്യൽ. അതുവരെ നാട്ടിലെ വാഹനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നല്ല റോഡുണ്ടോ? കുടിവെള്ളം മാത്രമല്ല, നല്ല റോഡില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനൊരു അവഗണന ഒരു ക്ഷേത്രത്തോട് എന്തിനാ കാണിക്കുന്നത്? ഒരു ക്ഷേത്രത്തോട് ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ? അപ്പൊ ഇതിനെതിരായ ഒരു പോരാട്ടമാണ്. ഇനി അത് മാത്രമല്ല, ഒല്ലൂരിൽ അദ്ദേഹം നേരത്തെ മറ്റേ അസംബ്ലി മത്സരിച്ച ആളാണ്. ഞാൻ ഇത്തരം പറഞ്ഞാൽ അയാൾ താമസിക്കുന്ന എവിടെയാന്ന് പറഞ്ഞാൽ പിന്നെ ബേസ് അയാളുടെ തറവാടും അയാളുടെ താമസവും എല്ലാം അവിടെയാണ്. ശരി, വേറെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ. അറിയിക്കും. ഓ, ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ആരാ പറഞ്ഞത്? അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയാം. ഏതോ ഒരാള് BJP പ്രവർത്തിച്ചിരുന്ന ആള്, ഞാൻ പറയട്ടെ, ഏതോ ഒരാള് BJP പ്രവർത്തിച്ചിരുന്ന ആള്, BJPക്കാരൻ്റെ നിന്ന് തല്ലി കിട്ടി ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട ആള്, അയാൾ വേറെ എവിടെ ഇരുന്നിട്ട് ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞാൽ അതൊന്നും ഞാൻ എടുക്കുന്ന വിഷയമില്ല, അതിനൊന്നും ഉത്തരവില്ല. വിട്ടളെ. ഞാൻ പറഞ്ഞല്ലോ, അതിനൊന്നും ഞാൻ അതിനൊന്നും ചെവിക്കൊള്ളാം.